ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലാണെന്ന് കാണിച്ച് പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിക്കുന്നു. തത്സമയം ദൃശ്യങ്ങളിലേക്ക്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സലാം, എന്താണ് ഇങ്ങനെ ഒരു ഉപരോധ സമരത്തിന്റെ കാരണം? ഇപ്പോൾ അതെങ്ങനെ തുടരുന്നു? സൈഫുദ്ദീൻ, അല്പസമയം മുമ്പാണ് ഈ ഉപരോധം ആരംഭിച്ചത്. ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവതാളത്തിലാണെന്ന് കാണിച്ചുകൊണ്ടാണ് പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ ഒരു ഉപരോധത്തിലേക്ക് എത്തിയത്? പ്രത്യേകിച്ച് പെരുവയൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജലജീവൻ പദ്ധതി പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തിലുള്ളത്. ഒരു വാർഡിൽ പോലും കണക്ഷൻ പൂർത്തീകരിക്കുകയോ കണക്ഷൻ കൊടുത്തിട്ടുള്ള വീടുകളിൽ വെള്ളം കിട്ടുകയോ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട സമയത്ത് കൃത്യമായി ബോധ്യപ്പെട്ടത് എന്താ വെച്ചാൽ, കരാർ എടുത്തിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് ഫണ്ട് കിട്ടാത്തത് മൂലം കരാറുകാർ വർക്ക് നിർത്തിവെച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വർക്കുകൾ പോലും പ്രത്യേകിച്ചും ബൂസ്റ്റർ സംവിധാനം മലേൻ്റെ മുകളിൽ വെള്ളം കിട്ടേണ്ട ആളുകൾക്ക് പോലും കിട്ടാതെ ബൂസ്റ്റർ സംവിധാനം റോഡിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത് അതിൻ്റെ പാതി വഴി വർക്ക് എത്തിച്ച സാഹചര്യത്തിൽ അത് മുഴുവനാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഈ ഇത്തരത്തിലുള്ള ഇതിലേക്ക് മാറിയിട്ടുള്ളത്. ഒരു റോഡുകൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് എക്കാലത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ടോ അക്കാലത്ത് മുതൽ റോഡുകൾ അന്ന് കട്ട് ചെയ്തത് അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് പോലും വെച്ചിട്ട് പഞ്ചായത്തിനെ എവിടെയും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പഞ്ചായത്ത് പോകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പഞ്ചായത്തിനെ ജലജീവൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ തീരുമാനിച്ചതും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫു നമ്മളോടൊപ്പം. ഇപ്പോൾ എന്താണ് ഈ ചർച്ചയിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്? അതായത് നിരന്തരമായി നമ്മൾ ഈ പദ്ധതിയായി ബന്ധപ്പെട്ട് കബളിപ്പിക്കപ്പെടുകയാണ്. നിരന്തരമായി നമ്മൾ ഓഫീസുമായും ബന്ധപ്പെടുന്ന സമയത്ത് ഏറ്റവും അവസാനം ഇപ്പോൾ കരാറെടുത്ത കരാറുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വർക്ക് നിർത്തിപ്പോകുന്നു എന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇതിൽ അവരുടെ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് പുതുതായിട്ട് ടെൻഡർ AS കിട്ടുന്നതിന് തടസ്സമുണ്ട്, പുതുതായിട്ട് ടെൻഡർ എടുക്കുന്നതിന് തടസ്സമുണ്ട്, ടെൻഡർ എടുത്തവർക്ക് വർക്ക് ഓർഡർ കൊടുക്കുന്നതിന് തടസ്സമുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായും നാഥനില്ലാത്ത രീതിയിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരൾച്ച രൂക്ഷമാവാൻ പോവുകയാണ്. പക്ഷേ ഇതുവരെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ കഴിയുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു വിഷയത്തിൽ കുടിവെള്ള പ്രശ്നത്തിൽ ഫണ്ട് കൊടുക്കാതിരിക്കുകയും ബില്ല് പെൻഡിംഗ് ആക്കി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. ജൽജീവൻ പദ്ധതിക്കായി തകർത്ത റോഡുകൾ റിപ്പയർ ചെയ്യേണ്ട ബാധ്യത വാട്ടർ അതോറിറ്റിക്കുണ്ട്. അക്കാര്യത്തിലും ഒഴിഞ്ഞു കളിക്കുന്ന ഒരു സമീപനം തുടരുകയാണ്, ഫണ്ടില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഫണ്ടില്ല എന്നുള്ള ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കിക്കാണെങ്കിലും അടിയന്തരമായി ഇതിന് പരിഹാരം കാണണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് നിരന്തരമായി കുടിവെള്ളത്തിന് ജനങ്ങൾ നെട്ടോട്ടമോടുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിലോ ജനങ്ങൾക്കിടയിലോ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പെരുവയൽ പഞ്ചായത്തിൽ അവതാളത്തിലാണ്. കൂടാതെ വലിയ രീതിയിൽ വരൾച്ച അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. അതിനൊന്നും തന്നെ പരിഹരിക്കാനുള്ള യാതൊരു സംവിധാനവും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആരോപിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ടാണ്, ഇത് ഇത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി എഞ്ചിനീയറെ ഉപരോധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഇത് എന്താണ് ഇതിന് പ്രതിവിധി എന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കുന്നത് വരെ ഈ ഉപരോധം തുടരുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ. സലാം മുഹമ്മദാണ് വിശദവിവരങ്ങൾ